നിക്കണ്ട, ഈ എന്താ മനസ്സിലാക്കി എന്തായിക്കോട്ടെ ഇറങ്ങിക്കോളാം. തലച്ചോറ് പുറത്തേക്ക് കണ്ടിരുന്നോ ഒരു ചെറുപ്പക്കാരന്റെ? ഈ കണ്ടെങ്കിൽ നാട്ടിലെ ജീവിതം ഈ പറഞ്ഞ സർക്കാരിന്റെ ഞങ്ങളും തരുന്നില്ല. നമുക്ക് ജീവിക്കണ്ടേ? നിങ്ങളെ അത്താൻ്റെ ഞങ്ങൾ പണി കൊടുക്കണം. നടന്ന് പണിക്കോയിക്കണം, നടന്ന് പണിക്കോയിക്കാൻ വണ്ടി എടുക്കണം, നടന്ന് പണിക്കോയിക്കാൻ വണ്ടി വിടൂല. ഈ നടന്ന് പണിക്കോ പണിക്കോല്ലേ വണ്ടി വിടൂലെന്ന്. ഇത് വയനാട്ടിൽ UDF വന്യജീവികളുടെ അക്രമത്തിനെ തുടർന്നുകൊണ്ട് നടത്തുന്ന ഹർത്താലാണ്. അതിൽ ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്നുണ്ട്, വന്യജീവികളെ നിങ്ങളെ പേടിക്കേണ്ട കാര്യമുണ്ടോ എന്ന്. ശരിയാണ് ചോദിച്ചത്. വന്യജീവികൾ മനുഷ്യനെ ജീവിക്കാൻ, മനുഷ്യന്റെ ജീവൻ തന്നെ ഭീഷണിയായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇവർ സമരത്തിന് ഇറങ്ങിയത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ മനുഷ്യന്മാരുടെ ജീവിതം കൂടെ ഈ മനുഷ്യന്മാരെ മുടക്കി കഴിഞ്ഞാൽ ആ വന്യജീവികളും ഈ മനുഷ്യന്മാരും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? ഈ ഹർത്താലും സമരവും ഒക്കെ നടത്തണ്ട എന്നല്ല, നടത്തണം. അത് ഈ പാവപ്പെട്ട ദിവസവേതനത്തിന് പണിക്ക് പോകുന്നവരുടെ നെഞ്ചത്ത് കയറിട്ടല്ല നടത്തേണ്ടത്. അല്ല, എനിക്ക് മനസ്സിലാവുന്നത് ഈ ഹർത്താൽ നടത്തിയോണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാവാൻ പോകുന്നതാണ്. ഹർത്താൽ നടത്തി കഴിഞ്ഞാൽ കുറെ പാവപ്പെട്ടവരുടെ അന്നത്തെ അന്നം മുട്ടുമെന്നല്ലാതെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഇവർ സമരം ചെയ്യേണ്ടത് വനം വകുപ്പിനെതിരെയും വനം വകുപ്പ് മന്ത്രിക്കെതിരെയുമല്ലേ? ഇവരല്ലേ കഴിയേണ്ടത്, ഇവരല്ലേ കണ്ണു തുറക്കേണ്ടത്, ഇവരല്ലേ നടപടി എടുക്കേണ്ടത്. അതിന് ഈ പാവപ്പെട്ടവരുടെ വഴി മുടക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാനാണ് ഇവിടെ? എന്നിട്ട് ഒരുത്തന സൈന്യം പറയാം, നീ വണ്ടി കൊണ്ട് പോകണം, നടന്ന് പണിക്ക് പോയാൽ മതി. വണ്ടി അവനാണല്ലോ മേടിച്ചു കൊടുത്തത്.